അലൈൻ സെന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ശിംശോൻ ശക്തിയുടെ വിലാപം. BC 1100 അന്ധകാരത്തിലേക്ക് വഴുതിയിരുന്ന കാലം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ ശിക്ഷിക്കുവാൻ 40 സംവത്സരം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പാപത്തിന്റെ ഫലമെന്നോണം ഫെലിസ്ത്യരുടെ ക്രൂരപീഡനങ്ങളിൽ ഇസ്രായേൽ ജനത വലഞ്ഞിരുന്ന കാലം. നീ ദ്യാൻ ഗോത്രത്തിലുള്ള സോരാധ്യനായ മനോഹയുടെ ഭാര്യ. ഭയപ്പെടേണ്ട, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രയേല്യരെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു. ഞാനൊരു മകനെ പ്രസവിക്കുമെന്നും അവൻ ഇസ്രയേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ തുടങ്ങുമെന്നും കൽപ്പിച്ചു. എന്ത് സത്യമാണോ ഇത്? ദൈവം നമ്മുടെ ജനത്തെ ഇപ്പോഴും ഓർക്കുന്നു. കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നുമുള്ള മോചനത്തിനായി ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥനകളും ബലികളും കഴിച്ചുകൊണ്ടേയിരുന്നു.
ദൈവം അവരുടെ പ്രാർത്ഥന കൈക്കൊണ്ടു. ദൂതൻ പറഞ്ഞതുപോലെ ബാലൻ പിറന്നു. ശിംശോൻ എന്നു പേര്. അവൻ വളർന്നു വലുതായി. ശിംശോനെ, നീ ഒറ്റയ്ക്ക് ആട്ടിൻകുട്ടിയെ കീറുന്നത് പോലെ സിംഹത്തെ കീറിക്കളഞ്ഞു എന്ന് കേട്ടല്ലോ. അതെന്ത് ശക്തിയാ കൂട്ടുകാരാ? അതെന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ശിംശോൻ, നീ വിശ്വസിക്ക്. നിനക്ക് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഫിലിസ്തീനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ നീയാണ്. നിർത്തിൻ. എന്നെ വിളിക്കേണ്ടത് ദൈവമാണ്, നീയും നിന്റെ കൂട്ടരുമല്ല. ഞാനൊരു നാസീറായവനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ശ്രമിക്കുന്നു. പക്ഷേ നിനക്കും മോശയ്ക്കും വേണ്ടി സമുദ്രം വിഭജിക്കപ്പെടുകയും മുൾച്ചെടി കത്തുകയും ചെയ്യും. വിശ്വസിക്ക്. ഞാനൊരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കെങ്ങനെ ഫെലിസ്തരെ തോൽപ്പിക്കാനാകും? നമ്മുടെ സൈന്യമില്ലേ നിന്റെ കൂടെ? സൈന്യം? നമ്മുടെ സൈന്യത്തിന് എന്താണുള്ളത്? കുറെ മരക്കമ്പുകളും പിച്ചള വാളും. ഇരുമ്പുപയോഗിച്ച് ആയുധമുണ്ടാക്കാൻ നമുക്ക് അനുവാദമില്ല. എല്ലാത്തിനും അതിൻ്റെതായ നീതിയുണ്ട്. അതെ, നീതി പോലും. നമ്മുടെ പൂർവികരെ ഫെലിസ്തർ കൊന്നതും ഇതേ നീതി തന്നെയാണോ? നീ കണ്ണു തുറന്ന് കാണ്, വിശ്വസിക്ക്. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാനൊന്നുമല്ല. മോനെ! 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 ഫിലിസ്ത്യർ നിന്റെ പിതാവിനെ! അമ്മേ, പിതാവിനെ? ദൈവം നമ്മെ വീണ്ടെടുത്തു. ആയുധമില്ലാതെ ശിംശോൻ നമ്മളെ രക്ഷിച്ചു. ദൈവത്തിന് സ്തുതി! ശിംശോൻ സ്തുതി. ശിംശോൻ നമ്മുടെ ന്യായാധിപൻ! ദൈവം നമ്മെ വീണ്ടെടുത്തു. ശിംശോൻ നമ്മുടെ ന്യായാധിപൻ. ശിംശോൻ നമ്മുടെ ന്യായാധിപൻ. ശിംശോൻ നമ്മുടെ ന്യായാധിപൻ. പ്രഭോ, ഇസ്രായേൽ നമ്മുടെ സൈന്യത്തെ ആക്രമിച്ച് തോൽപ്പിച്ചിരിക്കുന്നു. അവരെ അപമാനിച്ചു വിട്ടിരിക്കുന്നു. എന്ത്? ഇരുമ്പായുധം ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത പരീക്ഷകൾ എങ്ങനെ? പ്രഭോ, ഒരേ ഒരുവൻ ശിംശോൻ, അവനാണ് നമ്മുടെ സൈന്യത്തെ ആക്രമിച്ചിരിക്കുന്നത്. എന്ത്? ഒരുവനോ? നിങ്ങളെന്താ ഇസ്രയേലിൽ ധീരന്മാരെ വളർത്തുകയാണോ? മുളയിലെ നുള്ളിക്കളവിൻ. ഇസ്രയേലിയർ, അവരുടെ വിശ്വാസം ദൈവം ഒരുവനെ ഫിലിസ്തീനെ തോൽപ്പിക്കാൻ അയക്കും എന്നാണ്. അങ്ങനെ ആ ഒരുവന് വേണ്ടി കാത്തിരുന്ന് മഠയന്മാർ വർഷങ്ങൾ കഴിച്ചുകൂട്ടും. ഇരുമ്പ് ഉപയോഗിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാത്തിടത്തോളം ഇസ്രായേലിയർ ഈ ഫെലിസ്തീനയുടെ അടിമകൾ തന്നെ. അവരുടെ ദൈവം അവരെ രക്ഷിക്കും പോലും. പ്രഭു, നമുക്ക് അവനെ, ആ ശിംശോനെ ഒന്ന് വിളിച്ച് ഒരു സന്ധി സംഭാഷണം നടത്തിയാലോ? എന്ത്? സൈന്യാധിപരെ, നിങ്ങൾക്ക് ഭയമാണോ? സൈന്യത്തെ സജ്ജമാക്കുവിൻ. ശിംശോൻ നമ്മോട് ചെയ്യുന്നതിന് പകരം ഇസ്രായേലിനെ മുഴുവൻ നമ്മൾ കടന്നാക്രമിക്കും. അത് വേണോ കുമാരാ? വേണം പിതാവേ, അതുതന്നെ വേണം. ഇനി ആരും ഫെലിസ്തീനോട് യുദ്ധം ചെയ്യാൻ ധൈര്യപ്പെടരുത്. അങ്ങനെ ഫെലിസ്ത്യ സൈന്യം ഇസ്രായേലിനെ കടന്നാക്രമിച്ചു.
ഇസ്രായേലിയർ ചോദിച്ചപ്പോൾ ഫെലിസ്ത്യർ പറഞ്ഞു, ശിംശോൻ ഞങ്ങളോട് ചെയ്തതിന് പകരം നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നുവെന്ന്. ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ശിംശോന്റെ മുമ്പിൽ വന്നു. ഫിലിസ്ത്യരുടെ ആവശ്യപ്രകാരം ഇസ്രായേലിയർ ശിംശോനെ ബന്ധിച്ച് ഫെലിസ്ത്യർക്ക് വിട്ടുകൊടുത്തു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട ശിംശോൻ, കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളെ വെറുതെ വിടൂ. വെള്ളം, ദൈവമേ, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് അവശനായിരിക്കുന്നു. എന്റെ ബലം ക്ഷയിക്കുന്നു. അഗ്രചർമ്മികളുടെ കയ്യിൽ എന്നെ ഇട്ടുകൊടുക്കരുതേ. ദാഹജലം തന്ന എന്റെ ചൈതന്യം വീണ്ടെടുക്കണമേ. അങ്ങനെ ദൈവം നൽകിയ ദാഹജലം കുടിച്ച് ശിംശോൻ വീണ്ടും ചൈതന്യം പ്രാപിച്ചു. ആ സ്ഥലത്തിന് ഏൻ ഹക്കോരെ എന്ന് പേർ. പ്രഭു, നമ്മുടെ സൈന്യം തോറ്റിരിക്കുന്നു. എന്ത് അസംഭവ്യം! എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പിതാവേ, അവൻ ഒരുവൻ ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് 1000 സൈനികരെ കൊന്നുകളഞ്ഞു. എന്ത്? ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 സൈനികരെയോ? ശിംശോൻ ഇനി ഇവനാണോ ഇസ്രേലിയർ പറയാറുള്ള ആ രക്ഷകൻ? സൈന്യാധിപരെ! പ്രഭു, അങ്ങ് ശാന്തനാകുവിൻ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അങ്ങ് അനുവാദം തരണം. ഇവളോ? ഇവൾ ദലീല. ഇവൾ അവനെ വശീകരിച്ച് അവന്റെ ശക്തിയുടെ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ദലീല, നീയാണിന്ന് ഫിലിസ്തീനെ രക്ഷിക്കേണ്ടവൻ. നീ വിജയിച്ചാൽ പൊന്നാണയങ്ങളും മറ്റ് സമ്മാനങ്ങളും നാം നിനക്ക് നൽകും. ഉത്തരവ് പ്രഭു.
ദലീല? സിംഹത്തെ കീറിക്കളഞ്ഞവൻ, 1000 ഫെലിസ്ത്യ സൈനികരെ കഴുതയുടെ താടിയെല്ല് കൊണ്ട് വധിച്ചവൻ, ധീരശൂര പരാക്രമി ശിംശോൻ ദാ കിടക്കുന്നു. ഫെലിസ്ത്യ സൈന്യം തോറ്റെടുത്ത് ഞാൻ കേവലം ഒരു പെണ്ണ്, ഈ ദലീല, ഇവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കുമാര, ഇത് രാജതന്ത്രം, അങ്ങ് പഠിക്കേണ്ടിയിരിക്കുന്നു. ബലം തോൽക്കുന്നിടത്ത് തന്ത്രവും കുതന്ത്രവും വേണം പ്രയോഗിക്കാൻ. നാളെയുടെ ചരിത്രം എഴുതുന്നവർ ഈ ദലീലയുടെ പേര് സ്വർണ്ണലിപികളിൽ എഴുതട്ടെ. ഇവന്റെ ശക്തി എന്തായിരുന്നു ദലീല? അവന്റെ തലയിലെ മുടി, അത് ശൗര്യം ചെയ്തതോടെ ധീരൻ പൂച്ചക്കുട്ടിയെ പോലെ അശക്തനായി കിടക്കുന്നത് കണ്ടില്ലേ? ഇത് സത്യമോ ദലീല? കുമാര, പൊൻപണം തന്ന് ഇവനെ കൊണ്ടുപോകൂ. ഈ ദലീല വാക്കുപാലിച്ചിരിക്കുന്നു. അങ്ങനെ ഫെലിസ്ത്യർ ശിംശോനെ പിടിച്ചുകെട്ടി കണ്ണുകുത്തി പൊട്ടിച്ച് എസാത്തിലേക്ക് കൊണ്ടുപോയി. അവനെ തങ്ങളുടെ ദേവനായ ദാഗോന് ബലി കഴിപ്പാൻ തീരുമാനിച്ചു. ഇന്നാണ് ആ ബലി ദിവസം. നമ്മുടെ വൈരിയെ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവനെ ബലി കഴിപ്പീൻ, ഇവനെ ബലി കഴിപ്പീൻ. ഫിലിസ്തീനയുടെ അന്തകനെന്ന് ഇസ്രയേലിയർ വിശ്വസിച്ച അവരുടെ രക്ഷകൻ ഇന്നീ ബലിത്തറയിൽ നമ്മുടെ ദേവനായ ദാഗോന് ബലി. ഇവനെ ബലി കഴിപ്പീൻ. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ഞാൻ എന്റെ 2 കണ്ണുകൾക്കും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ.
ബലം തിരികെ നൽകണമേ. എന്റെ ദൈവമേ. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് അപ്രകാരം സത്യമായി സംഭവിച്ചു. അവൻ ജീവിച്ചിരുന്നപ്പോൾ വധിച്ചവരെക്കാൾ അധികം പേരെ മരണസമയത്ത് വധിച്ച് ഇസ്രായേലിനെ രക്ഷിച്ചു. ശക്തി നഷ്ടപ്പെട്ട ശിംശോൻ ഈ ആധുനിക വശീകരണ ലോകത്തിന്റെ പ്രതീകമാണ്. സ്നേഹമാകുന്ന ദൈവം ദാനം നൽകിയ ചെറുതും വലുതുമായ താലന്തുകളെ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ലോകമോഹങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നവർക്ക് ശിംശോൻ ഒരു മുന്നറിയിപ്പാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാടകം ഇന്നത്തെ സമൂഹത്തിന് സമർപ്പിക്കുന്നു.